ഇവിടുത്തെ ഓരോ ശില്പങ്ങൾക്കും ഓരോ തീമുകളുണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനെന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതിയായ തെന്മല എക്കോ ടൂറിസം സോണിലാണ്. ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസുകൾ നമുക്കുണ്ട്. അഡ്വഞ്ചർ സോൺ, ലെഷർ സോൺ, കൾച്ചറൽ സോൺ എന്നിങ്ങനെ 3 സോണുകളിലായി ഒത്തിരി ആക്ടിവിറ്റീസുകളാണ് ഇവിടെയുള്ളത്. ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ ആകർഷണമായി ഇവിടെയുള്ളത് കുട്ടവഞ്ചി സവാരിയാണ്. നമുക്കറിയാവുന്നത് ഹൊക്കനക്കലും അടവി ടൂറിസം സോണിലുമാണ് കുട്ടവഞ്ചി സവാരി ഉണ്ടായിരുന്നത്. ഈ അടുത്ത കാലത്തായി തെന്മല എക്കോ ടൂറിസത്തിലും കുട്ടവഞ്ചി സവാരി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും നമുക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ അഫ്സൽ കല്ലുടുക്കൽ. വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് ട്രാവൽ നോട്ട്സ്. ബൈക്കും വലിയ വാഹനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ പാർക്ക് ചെയ്യാം. നമുക്ക് മെയിൻ എൻട്രൻസിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ലെഷർ സോണിലേക്ക് ഒരു 100-300 മീറ്റർ കൂടിയുണ്ട്. പാലം കടന്ന് ഈ ഇപ്പുറ സൈഡിൽ വന്നാലാണ് ലെഷർ സോണിൽ എത്തുക. അവിടെ നിന്ന് ഒരു എൻട്രൻസ് ഉണ്ട്. അവിടെ നിന്ന് ടിക്കറ്റ് കാണിച്ച് നമുക്ക് അകത്തേക്ക് കിടക്കാം. നമ്മൾ ആദ്യം തന്നെ ലെഷർ സോൺ തിരഞ്ഞെടുത്ത് എന്തെന്ന് വെച്ചാൽ, സാധാരണ എല്ലാവരും അഡ്വഞ്ചർ സോൺ ആകും തിരഞ്ഞെടുക്കുക. കൂടുതൽ വീഡിയോകളും കണ്ടിട്ടുള്ളതും അങ്ങനെയാണ്. അതുകൊണ്ട് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. ഇവിടുത്തെ ശില്പോദ്യാനവും സസ്പെൻഷൻ ബ്രിഡ്ജും, അങ്ങനെ ആർക്കും അറിയപ്പെടാത്തൊരു സ്ഥലത്ത് നാച്ചുറൽ ഫിഷ് സ്പാ ഒന്ന് പരീക്ഷിക്കണം. പിന്നെ കുട്ടവഞ്ചി സവാരിയും ഒക്കെ ഉണ്ട് ഈ വീഡിയോയിൽ. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇത് കണ്ടോ, നല്ല തണലുള്ള ഈ വഴികളൊക്കെ കല്ലുപാകിയ വഴികളാണ്. അതിലൂടെ നമ്മൾ ആദ്യം ചെന്നെത്തുന്നത് വസുന്ധര എന്നു പേരുള്ള ഒരു ചെറിയ വിശ്രമ കേന്ദ്രത്തിലാണ്. ചീവിടികളുടെ സൗണ്ട് കേട്ടോ, അതിങ്ങനെ ചെവിയിൽ തുളച്ച് കയറിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇവിടെ കുറേ ബോർഡുകളുണ്ട്. അത് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചും ജൈവ വൈവിധ്യങ്ങൾക്ക് നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും അതൊക്കെ ഒരു മനുഷ്യനെ എങ്ങനെ തടയാമെന്നുമൊക്കെയുള്ള പ്രകൃതി സംരക്ഷണ സന്ദേശങ്ങളാണ് കൂടുതലും. വൻ മരങ്ങളും അതിലൂടെ ചുറ്റിപ്പടർന്നു കയറിയ വള്ളിപ്പടർപ്പുകളും ജീവജാലങ്ങളും ഒക്കെ ചേർന്ന് പ്രകൃതിയെ ഒട്ടും നശിപ്പിക്കാതെ തന്നെയാണ് ഈ ഒരു സോൺ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു പഴയ ക്രഷറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. പണ്ട് പേപ്പാറ ഡാം നിർമ്മിക്കുന്ന സമയത്ത് വേണ്ടി വന്ന മെറ്റലും പാറപ്പൊടിയും എല്ലാം ഈ ക്രഷറിലാണ് നിർമ്മിച്ചിരുന്നത്. താഴെ ലോറിയിൽ ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന റാമ്പുകളാണിത്. അതിനടുത്തായിട്ട് തന്നെ ദിനോസറുകളുടെയും മറ്റും, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്നതായി ശാസ്ത്രം തെളിയിച്ച ജീവികളുടെ രൂപങ്ങൾ അങ്ങിങ്ങായി നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് കാണാം. അവയെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ബോർഡുകളും അടുത്തായി കാണാം. പെട്ടെന്ന് നമ്മുടെ മനസ്സിലോടി വരുന്നത് ജുറാസിക് പാർക്ക് എന്ന സിനിമയാണ്. അതുപോലെ ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പക്ഷികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്ന ബോർഡുകളും അവിടെ എവിടെയായി സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിവിടെ കണ്ട മുറുകൂട്ടി എന്നറിയപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ്. ഇടയ്ക്കൊക്കെ ചെറിയ വിശ്രമ കേന്ദ്രങ്ങളും ഈ വഴിയിലുണ്ട്. നമ്മളിങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടത് സൈഡിലായിട്ട് നമുക്ക് ഡാം വ്യൂ കിട്ടും. നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് ചെല്ലുമ്പോൾ ശില്പോദ്യാനമായി പ്രകൃതിയും മനുഷ്യനും എന്ന സബ്ജക്റ്റ് ബേസായ ശില്പങ്ങളാണ് ഇവിടെയുള്ളത്. എല്ലാം കുറച്ച് പഴകിയെങ്കിലും ഓരോന്നിൻ്റെയും തേം തൊട്ടടുത്ത് തന്നെയുള്ള ബോർഡുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. വെറുതെ കണ്ടുപോകാതെ ഓരോന്നിൻ്റെയും വിവരണം കൂടി വായിച്ചു പോകുമ്പോഴാണ് ഓരോ ശില്പത്തിൻ്റെയും ശില്പിയുടെയും പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടുത്തെ ശില്പങ്ങൾ കൂടുതലും കരിങ്കല്ല് കൊണ്ടും ടൈലിൻ്റെ പീസുകൾ കൊണ്ടും കോൺക്രീറ്റ് കൊണ്ടും ഒക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതേണ്ട ഈ കാണുന്നതൊക്കെ ഒറ്റ കരിങ്കല്ലിൽ തീർത്ത ശില്പങ്ങളാണ്. ഇവിടുത്തെ ഓരോ ശില്പങ്ങൾക്കും ഓരോ തീമുകളുണ്ട്. പ്രകൃതിയുമായി സംവദിക്കൂ എന്നുള്ളതാണ് ഈ ശില്പത്തിൻ്റെ നൽകിയിരിക്കുന്നൊരു തീം. ഒരച്ഛനും ഒരു കുട്ടിയും പ്രകൃതിയുമായി ഇണങ്ങി ഇരിക്കുന്ന, അതായത് പ്രകൃതിയുമായി സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീമാണ് നമ്മുടെ മനസ്സിലോടി വരുന്നത്. അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ശില്പങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായി തോന്നിയൊരു ശില്പമാണിത്. കയ്യെത്താത്ത ദൂരത്തിലുള്ള ചന്ദ്രനെ കയ്യെത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഒരാളും എന്നാൽ സ്വന്തം പാത്രത്തിലുള്ള ചന്ദ്രൻ്റെ നിഴൽ കൊണ്ട് തൃപ്തിയാകുന്ന ഒരു ശില്പവുമാണിത്. ജീവിത സാഫല്യം എന്നാണ് ഈ ശില്പത്തിൻ്റെ പേര്. എൻ്റെ നേരെ പുറകിൽ കാണുന്നതാണ് വിക്രമാദിത്യ രാജവും വേതാളവും. ആ ശില്പമാണ്. ഇപ്പോഴും ഞാനും കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. ഏതായാലും നല്ലൊരു ശില്പം. അതുപോലെ കേരളത്തിലെ നൃത്ത കലകളുടെ പല ഭാവങ്ങളാണ് ഇതെല്ലാം.
ഒരു ചെറിയ കാറ്റടിച്ചതേ ഉള്ളൂ, കുറേ ഇലകളൊക്കെ പൊഴിഞ്ഞിങ്ങനെ പുറത്തുകൂടെ വീഴുന്നുണ്ടായിരുന്നു. അതുപോലെ കിളികളുടെ പാട്ടുമൊക്കെയായി പ്രകൃതിയുമായി അടുത്തിരിക്കാൻ, അല്ലെങ്കിൽ പ്രകൃതിയെ അടുത്തറിയാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത്. അതുപോലെ ഇനിയും ഒത്തിരി ശില്പങ്ങളുണ്ട്, എല്ലാം ഇവിടെ കാണിക്കുന്നില്ല എന്ന് മാത്രം. ഇനി നമ്മൾ നേരെ പോകുന്നത് ഡാമിനടുത്തേക്കാണ്. ഗുൽമോഹർ ഇങ്ങനെ പൂത്ത് കൊഴിഞ്ഞു കിടക്കുന്ന വഴികളിലൂടെയൊക്കെ നമുക്കിങ്ങനെ പോകാം. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ഇറിഗേഷൻ പ്രോജക്റ്റുകളിലൊന്നായിരുന്നു ഇത്. കല്ലടയാറിന് കുറുകെ നിർമ്മിച്ച ഈ ഡാമും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഇറിഗേഷൻ പ്രോജക്റ്റും പ്രധാനമായും വൈദ്യുതി ഉൽപ്പാദനവും ജലസേചനവും ലക്ഷ്യമാക്കിയാണ് നിർമ്മിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലെ പ്രധാന കനാലുകളും കൈവഴികളുമായി ഏകദേശം ഒരു 521 കിലോമീറ്ററോളം നീളമുള്ള കനാലുകളുണ്ട്. ഈ ആറിന് സമാന്തരമായി തന്നെ ഒരു നടപ്പാതയുണ്ട്. ഒരു വശത്ത് ചെടികൾ നട്ട ഈ പാതയ്ക്കരികിൽ ചില സ്ഥലങ്ങളിൽ ഇരിപ്പിടങ്ങളുമുണ്ട്. കുറച്ചുകൂടി മുൻപോട്ട് ചെല്ലുമ്പോൾ ഈ ആറിന് കുറുകെയായി ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ട്. മറുവശം അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് അപ്പുറത്തേക്ക് കടക്കാനാകില്ല. എന്നിരുന്നാലും ഞാൻ അതിലെ ഒന്ന് ചുമ്മാ കയറി. പക്ഷെ അത്ര സുരക്ഷിതമായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അതിലും വലിയ പ്രശ്നം ഈ കുരങ്ങന്മാരായിരുന്നു. ഞാൻ കയറി തിരികെ ഇറങ്ങാൻ നോക്കുമ്പോൾ ആ വഴിയിൽ തന്നെ കുരങ്ങന്മാർ സ്ഥാനം പിടിച്ച്. കുരങ്ങന്മാരുടെ ഇത്ര അടുത്തുകൂടി തിരിച്ചിറങ്ങേണ്ടി വന്നു. പിന്നെ ഈ പാലം ഈ ടീം സംഘം ഏറ്റെടുക്കുകയായിരുന്നു. എന്തായാലും ലെഷർ സോണിൽ നിന്ന് തിരിച്ചിറങ്ങി മെയിൻ എൻട്രൻസിലേക്ക് പോയി. ഡാമിൻ്റെ മുകളിൽ കയറാൻ ടിക്കറ്റ് എടുക്കേണ്ടത് അവിടെ നിന്നാണ്. പിന്നീട് തീരുമാനം ഒന്ന് മാറ്റി. ഇപ്പോൾ ഏതാണ്ട് 1:30 മണിയേ ആകുന്നുള്ളൂ. കുറച്ചൊന്ന് വെയിൽ താണിട്ട് മുകളിലേക്ക് കയറാം. അപ്പോഴേക്കും ഉച്ചഭക്ഷണവും കഴിച്ചു വരാമെന്ന് കരുതി. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതി നേരെ കൊല്ലം പോകുന്ന റോഡിന് സൈഡിൽ കൂടി നമുക്ക് കല്ലടയാറിൻ്റെ തന്നെ കുളിക്കടവുകളിലേക്ക് ഇറങ്ങാം. ഈ കാണുന്ന പാലത്തിന് മുകളിലൂടെയാണ് മെയിൻ റോഡ് പോകുന്നത്. അതായത് നമ്മൾ ലെഷർ സോണിലേക്കൊക്കെ പോയത് ഈ പാലത്തിലൂടെയാണ്. ഇതൊരു കുളിക്കടവാണെങ്കിലും നീന്തൽ അറിയില്ലെങ്കിൽ ഇവിടെ ഇറങ്ങരുത്. ഒന്നാമത് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലം, പിന്നെ എവിടെയൊക്കെയാണ് കുഴികളെന്ന് നമുക്ക് ഒരു നിശ്ചയവും കിട്ടില്ല. നല്ല കണ്ണീര് പോലെ തെളിഞ്ഞ വെള്ളത്തിൽ പെട്ടെന്നാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഒത്തിരി പരൽമീനുകൾ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. എന്തായാലും നാച്ചുറൽ ഫിഷ് സ്പാ ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതി കുറേ നേരം കാൽ വെള്ളത്തിലിട്ടിരുന്നു. വിചാരിച്ചതുപോലൊന്നും സംഭവിച്ചില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഓരോ മീനുകളിങ്ങനെ വന്ന് കുത്തിക്കൊണ്ടേയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നേരെ ഡാമിന് മുകളിൽ പോകാൻ ടിക്കറ്റ് എടുത്തു. വെറും 10 രൂപ മാത്രമാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. ഇതിനകത്ത്, അതായത് നമ്മുടെ തെമ്മല എക്കോ ടൂറിസത്തിനകത്ത് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ലതുപോലെ നടക്കാനുണ്ട്. നമ്മുടെ വലത് സൈഡിൽ ആറിന് അക്കരയായി കാണുന്ന സ്ഥലമാണ് നമ്മൾ നേരത്തെ പോയ ലെഷർ സോൺ വരുന്നത്. ഈ കാണുന്നത് ഒരു സബ്സ്റ്റേഷനും വലത് ഭാഗത്ത് അതിൻ്റെ ഓഫീസുകളും ഒക്കെയാണ്. ഇതിനകത്ത് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ടർബൈനുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും അവിടെ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം വളരെ ശക്തിയായി വളരെ വലിയ ശബ്ദത്തോടു കൂടി നുരഞ്ഞ് പതഞ്ഞിങ്ങനെ താഴേക്ക് ഒഴുകുന്നുണ്ട്. വീണ്ടും കുറേ കറങ്ങിത്തിരിഞ്ഞ് വേണം ഡാമിന് മുകളിലേക്ക് എത്താൻ. ഡാമിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അനുവദനീയമല്ല. സുരക്ഷ തന്നെയാണ് പ്രധാന പ്രശ്നം. അതുകൊണ്ട് ഞാനും അതിന് മുതിർന്നില്ല. ഡാമിൻ്റെ മുകളിലൊക്കെ നടന്ന് കണ്ട് ഡാമിൻ്റെ മറ്റേ അറ്റത്ത് കൂടി തിരിച്ചിറങ്ങി. അതായത് നമ്മുടെ ലെഷർ സോണിൽ വഴി നമുക്ക് തിരിച്ച് വരാം. എന്തായാലും നമുക്കൊരു നൊങ്ക് കഴിക്കാം. നൊങ്കല്ലെങ്കിൽ പനംകരിക്ക് എന്നും ഇതിന് പറയും. കരിക്ക് വെള്ളം പോലെ ഒരു വെള്ളവുമുണ്ട്. അതിന് അക്കാനി എന്നാണ് പറയുന്നത്. എவ்வளோ റേറ്റ് എണ്ണ? 30 രൂപയാണ് ഒരു നൊങ്കിന്.
ഇത് നുങ്ക് ഇവിടെ നമുക്ക് അത്താനി തമിഴ്നാട് ബോർഡറിൽ അവിടെ നിന്നാണ് ഈ സാധനം അവർ കൊണ്ടുവരുന്നത്. എவ்வளோ കിലോമീറ്റർ ഇருக்கு ഇവിടെ തമിഴ്നാട്? 30. ആര്യങ്കാവ് 30. ആര്യങ്കാവ് 17. മെയിൻ എൻട്രൻസിൽ നിന്നും തിരുവനന്തപുരം റൂട്ടിൽ ഏതാണ്ട് ഒരു 2.5 കിലോമീറ്റർ വരണം. ബോട്ടിങ്ങും കുട്ടവഞ്ചി സവാരിയും ഒക്കെയുള്ള പല്ലംപെട്ടി സാഡൽ ഡാമിന് അടുത്തെത്താൻ. വലിയ ബോട്ടിൽ 1 മണിക്കൂർ നീളുന്ന സവാരിക്കും കുട്ടവഞ്ചി സവാരിക്കും ഇതിനടുത്ത് നിന്ന് തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാം. കുട്ടവഞ്ചി സവാരിക്ക് ഒരാൾക്ക് 100 രൂപയാണ്. നമ്മുടെ പേരും അഡ്രസ്സും ഒക്കെ ഇവിടെ ഒന്ന് എഴുതി നൽകണം. ഇവിടുത്തെ മറ്റ് സോണുകളിലെയും മറ്റ് ആക്ടിവിറ്റീസിൻ്റെയും അതായത് ട്രക്കിംഗ്, അക്കോമഡേഷൻ, ടിക്കറ്റ് നിരക്കുകൾ എന്നിവയുടെ വിശദ വിവരങ്ങൾ ഉൾപ്പെട്ട സൈറ്റിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന സെന്തുരുണി എന്ന മരം സംരക്ഷിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു വന്യജീവി സങ്കേതമാണ് സെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറി. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മരം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു വന്യജീവി സങ്കേതം അല്ലെങ്കിൽ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി തുടങ്ങുന്നത്. നല്ല നിബിഡമായ വനവും റിസർവയറും ചേർന്നാണ് ഈ സങ്കേതം. നമ്മളിവിടെ നിന്ന് ബോട്ടിംഗ് പോയിന്റിലേക്ക് പോകുന്ന വഴിക്ക് കുട്ടവഞ്ചികൾ അറ്റകുറ്റപ്പണികളെല്ലാം ചെയ്ത് കമഴ്ത്തി വെച്ചിരിക്കുന്നത് കാണാം. അതിനടുത്ത് തന്നെ തോണിക്കാറുണ്ടാകും. ലൈഫ് ജാക്കറ്റും അവരവിടെ നിന്ന് തന്നെ നമുക്ക് തരും. ഇതിൽ കയറാനും ഒരു ബാലൻസ് വേണം കേട്ടോ. ഒരു സ്ഥലത്ത് കയറുമ്പോഴിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. കർണാടകയിലുള്ള ഹൊക്കരക്കലായിരുന്നു ആദ്യം കുട്ടവഞ്ചി സവാരി തുടങ്ങിയത്. അതിനുശേഷം കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കോന്നിയിലുള്ള അടവി എക്കോ ടൂറിസത്തിലാണ് രണ്ടാമത് കുട്ടവഞ്ചി സവാരി തുടങ്ങുന്നത്. തുഴക്കാരെല്ലാം നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അവർക്ക് ഇതിനു വേണ്ടി കുട്ടവഞ്ചി തുഴയുന്നതിന് പ്രത്യേകം പരിശീലനം കിട്ടിയവരാണ്. ഈ കുട്ടവഞ്ചി ഒന്ന് കറക്കട്ടെ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ തുഴക്കാരൻ ചേട്ടൻ വഞ്ചി ഒന്ന് കറക്കി വിട്ടു. സംഭവം കിടുവാണ്, പക്ഷെ ചെറിയൊരു തലകറക്കം ഉണ്ടാകും. എങ്കിലും കൊള്ളാം, കിടും. ഈ കുട്ടവഞ്ചി കൊണ്ടുപോകുന്നതിന് അവർക്കൊരു ഏരിയ ലിമിറ്റുണ്ട്. ഇടയ്ക്ക് കയർ കെട്ടി അതിർത്തി തിരിച്ചിട്ടുണ്ട്. അതിനപ്പുറമുള്ള ദൂരത്തേക്കൊന്നും കൊണ്ടുപോകില്ല. സുരക്ഷ തന്നെയായിരിക്കും പ്രധാന കാരണം. ഇടയ്ക്ക് വെള്ളം തീരെ കുറഞ്ഞൊരു സ്ഥലത്ത് വന്നു. ഇതേണ്ട, ഇത് വെള്ളത്തിനടിയിലെ കാഴ്ചകളാണ്, അധികം ആഴമില്ല. വൈകുന്നേരം കൂടി ആയതുകൊണ്ട് നല്ല രസമുണ്ട്. ഇടയ്ക്ക് നമ്മുടെ തുഴക്കാരൻ ചേട്ടനോട് പെർമിഷൻ ചോദിച്ചിട്ട് തുഴ വാങ്ങി ഞാനും ഒന്ന് തുഴഞ്ഞു നോക്കി. കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വരികയാണെങ്കിൽ കുറച്ച് വെയിൽ കുറഞ്ഞ സമയത്ത്, അതായത് 3 മണി 3:30 ആയിട്ടേ വരാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര വെയിലും ചൂടുമായിരിക്കും. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഏകദേശം വെയിൽ താഴ്ന്നു വരുന്നൊരു സമയമാണ്. 4 മണി. അപ്പോൾ നമ്മുടെ അടുത്ത എപ്പിസോഡിൽ തെന്മലയിലെ മ്യൂസിക് ഫൗണ്ടൻ്റെ കാഴ്ചകളും ഡിയർ പാർക്കിൻ്റെ വിശേഷങ്ങളുമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിന് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ട്രാവൽ നോട്ട്സിൻ്റെ പുത്തൻ പുതിയ വീഡിയോകളുമായി വീണ്ടും എത്തുന്നവരെ സൈനിങ് ഓഫ്.